ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്പിക് കുക്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഴുത്ത നേന്ത്രപ്പഴം 2 എണ്ണം, മൈദ 1/2 കപ്പ്, റവ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, ഉപ്പ് 1 നുള്ള്, പിന്നെ തലേ ദിവസത്തെ ദോശമാവ്, അതില്ലെങ്കിൽ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം. അപ്പം നമുക്ക് മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ, റവ, പഞ്ചസാര, മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച മാവും ചേർത്തിട്ട് ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കുക. അപ്പോൾ അതിലുള്ള കട്ട പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ പോവും. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് വേണം നമുക്ക്, ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ. മാവ് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ പഴം എടുത്തിട്ട് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ പഴം നമ്മൾ എടുത്തു വെച്ച മാവിൽ നന്നായിട്ട് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പം നമ്മുടെ പഴംപൊരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക്